ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഒരാൾ ഫൈറ്റ് ചെയ്യണതാണ്. അതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അയാൾ റിവഞ്ച് അല്ല, ഒരു പ്രതികരിക്കണതാണ് ശരിക്കും. ഓക്കെ, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയാനുള്ളത് കാര്യം നമ്മളങ്ങ് പറയാം. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ഡെയിലി. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്ക് മെമ്മറീസാണ്. മെമ്മറീസ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരിലും ഇൻഡിവിജ്വലായിട്ട് കയറി വരുന്ന ഒരു തോട്ട്സിലൂടെ കയറി വരുന്ന ഒരു വേർഡാണ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ. അത് എൻ്റെ ഒരു ഇതിൽ അത് എപ്പോഴും പെയിൻഫുള്ളായിരിക്കും മെമ്മറീസ്. അത് അങ്ങനെയാണത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ൻ്റെ മെമ്മറീസ് എടുത്താൽ പോലും അത് കടന്നു പോയി ഉള്ള ഒരു പെയിൻ അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് സത്യം. നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്ന ഫുഡുകൾ, അതിലും കുറച്ച് ഫുഡുകൾ നമ്മുടെ മനസ്സിലും ബ്രെയിനിലും ബോഡിയിലും എല്ലാം അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. വലുതാവുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആ ഫുഡ് നമ്മൾ അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം നമ്മുടെ മൈൻഡിലേക്കും ബ്രെയിനിലേക്കൊക്കെ ഒരേ ടൈമിൽ ഓടി വരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ കഴിച്ച എന്തെങ്കിലും ഒരു ഫുഡ് അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ മെമ്മറീസ് അതിലേക്ക് ഓടിപ്പോകുമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയുന്നത്. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെൻറ്റ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ സൈഡിൽ കൂടി ഒരു പ്രാവശ്യമെങ്കിലും നടന്നു പോകുമ്പോൾ, കുറേ വർഷങ്ങൾക്ക് ശേഷം നടന്നു പോകുമ്പോൾ, അതേപോലെ കോളേജിൽ നമ്മൾ കോളേജിലേക്ക് പഠിച്ച കോളേജിലേക്ക് ഒരു പ്രാവശ്യം തിരിച്ച് നടന്നു പോകുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഏജിലേക്ക് മാറിപ്പോകുന്നു. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ മെമ്മറീസ് എന്നുള്ള വാക്ക് 3 തരത്തിലാണ് മനുഷ്യരിലേക്ക് വരുന്നത്. ഒന്ന്, സ്വീറ്റായിട്ടുള്ള മെമ്മറീസുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴും ആഗ്രഹിക്കണം, അങ്ങനെ ആയിരുന്നെങ്കിലോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ മെമ്മറീസ് ഉണ്ട്. അത് നമുക്കൊരിക്കലും പെട്ടെന്ന് ഓടി നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കയറി വരില്ല. പിന്നെ ഒന്ന്, സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ചില ഫുഡ് കഴിക്കുമ്പോൾ, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചില മണങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ആദ്യം മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണിൻ്റെ ഒരു മണം, അതൊക്കെ കുറച്ച് പെട്ടെന്ന് മിക്ക ആൾക്കാർക്കും ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക ഫീൽ ചെയ്യും. പിന്നെ മഴ പെയ്യുമ്പോൾ നോക്കി നിൽക്കുന്നത്, മഴയത്ത് നനഞ്ഞു പോകുമ്പോൾ, അതൊക്കെ ആ ഒരു ടൈമിൽ ഒരു സിമ്പിളും വളരെ എന്താ പറയുക, ഫീലിങ്സുള്ള ഒരു മെമ്മറീസായിരിക്കും. അതാണ് രണ്ടാമത്തെ വരുന്നത്. മൂന്നാമത്തെ വരുന്ന മെമ്മറീസാണ് നമ്മളോട് ഒരിക്കൽ പോലും ചോദിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കടന്നു വരുന്ന വില്ലന്മാർ, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ പോലാക്കുന്ന ചില മെമ്മറീസുകൾ. ചില ആൾക്കാർ പറയും പാസ്റ്റ് എന്ന് പറയുന്ന സംഭവം അത് കഴിഞ്ഞു പോയി, ഇനി വരില്ല, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇനിയുള്ള നല്ല കാലം അങ്ങനെ കുറേ നല്ല പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ്, ഈ പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ അത് കേൾക്കുമ്പോഴോ നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നോ അത് ഇറങ്ങിപ്പോവും. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇറങ്ങിപ്പോകുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചിട്ടല്ല ഈ ഇതേപോലത്തെ തോട്ടുകൾ, ഈ നെഗറ്റീവ് തോട്ട്സുകൾ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് പെട്ടെന്നായിരിക്കും വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ പെട്ടെന്ന് ആ സംഭവം ഓർമ്മ പെട്ടെന്ന് നമ്മളാകെ ഡൗണായി പോണത്. ഏറ്റവും കൂടുതൽ പെയിൻഫുൾ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ലവ് അഫെയറാണ്. അത് ബ്രേക്കപ്പ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യും. ചിലത് പെട്ടെന്ന് റിക്കവറാവും, ചിലർ ഭയങ്കര ഡൗണായി പോകും.
അത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു മെമ്മറിയാണ്. അതേപോലെ നമ്മളെ വേർപാടുകൾ, ആരെങ്കിലുമൊക്കെ വളരെ വേണ്ടപ്പെട്ട നമ്മൾ അങ്ങേയറ്റം കൂടെ നിർത്തുന്ന ആൾക്കാർ നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഒരു പെയിൻ, അതൊക്കെ മെമ്മറീസിൽ ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര നമ്മളെ മുറിവേൽപ്പിക്കുന്ന വേദനകളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് വരുന്നുണ്ടാവുള്ളൂ, പക്ഷേ നമ്മുടെ ഉള്ളുകൊണ്ട് മൊത്തമായിട്ട് മെൻ്റലി നമ്മൾ ആകെ ഡൗണായി പോകുന്ന ചില മെമ്മറീസുകളുണ്ട്. അത് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ചിലരത് ഇങ്ങനെ ഓർത്ത് അതിലിങ്ങനെ ഫ്ലോട്ട് നടക്കും. അതായത് അതിലിങ്ങനെ ഭയങ്കര അതിലിങ്ങനെ ഒഴുക്കിലിങ്ങനെ നടക്കും. ശരിക്കും അത് ഭയങ്കര ഒരു പ്രോബ്ലം നമ്മളുടെ ഹെൽത്തിന് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മെയിൻലി സ്ട്രെസ്ഡായി പോവും, അല്ലെങ്കിൽ ആൻസൈറ്റി വരും, ഇല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും, ഡീപ്പ് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. ഇങ്ങനത്തെ മെമ്മറീസുകളുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പുറകെ തന്നെ നമ്മളെ വേട്ടയാടുന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളെ വിട്ടു പോവില്ല. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മുമ്പിലും പിന്നിലൊക്കെ ആയിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എത്രത്തോളം നമ്മളത് കണ്ട് നമ്മൾ മൈൻഡ് ഡെസ്പാവുന്നോ അത്രത്തോളം കൂടുതൽ അത് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സിഗരറ്റും കഞ്ചാവും ഡ്രിങ്ക്സും ഒക്കെ വന്നേക്കണത്. അല്ലാണ്ട് അത് സപ്പോർട്ട് ചെയ്യാനല്ലല്ലോ. അത് നമ്മുടെ ശരീരം പിന്നെയും ഒന്നും കൂടി തളർത്തണതാണ്, ഇല്ലെങ്കിൽ നമ്മളൊന്നും കൂടി നമ്മുടെ മുന്നോട്ട് പോകാതിരിക്കാൻ ഉള്ള ഒരു പണിയാണ് ഈ ഇതേപോലത്തെ ഹാബിറ്റ്സിലേക്ക് വീഴുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ പെയിൻഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ കടന്നു പോയതുണ്ടാവും, ഇല്ലെങ്കിൽ പാസ്റ്റിൽ കുറേ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറത്തെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളത് എന്താ പറയുക, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അക്സെപ്റ്റ് ചെയ്യാത്തത്രയും കാലം വരെ നമ്മളിങ്ങനെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പല രീതിയിലായിരിക്കും നമ്മളത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെൻ്റലി നമ്മൾ ഭയങ്കര ഇൽനെസ്സാക്കി മാറുന്നതാണ് ഞാൻ പറയണത്. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അത് നമ്മളിൽ നിന്നും വിട്ടു പോകുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അത് നമ്മൾ തന്നെയാണ് എന്ന് ആ തോട്ട് വരുന്ന സമയത്ത് നമ്മളത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ തോട്ട് കുറേ നമ്മളിൽ നിന്നും പതുക്കെ വിട്ടു പോകും. അത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതുകൂടാതെ പുതിയ ആൾക്കാർ, സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റുക. അത് ആ ടൈമിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ മാറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തിങ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അതൊക്കെ മാറ്റുമ്പോൾ കുറേ നമുക്ക് അതിൽ നിന്നും മുക്തമാകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലർ മെഡിസിൻ എടുക്കാറുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ മെഡിസിൻ്റെ പുറകെ പോണതിന് മുമ്പേ നമ്മൾ സ്വയമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം ട്രൈ ചെയ്താലും മെഡിസിൻ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് സെൽഫായിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ പറയണത്. കാരണം അപ്പം നമ്മൾ ഉള്ളിൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുകയാണ് ചെയ്യണത്. നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് ഒളിച്ചോടാനുള്ള, നമ്മളത് ഫേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡും കൂടി നമ്മൾ എടുക്കുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതേപോലെ ചില മെമ്മറീസ് നമ്മളെ വയലൻസിലേക്ക് അടുപ്പിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, റിവെഞ്ച്, അത് ഈ മെമ്മറീസ് ഉണ്ടാക്കും. അതായത് മെയിനായിട്ട് ഈ ചീറ്റിങ്, പിന്നെ രണ്ടാമത്തത് നമ്മളെ ട്രസ്റ്റ് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റിവെഞ്ച് അല്ലെങ്കിൽ വയലൻസിലേക്ക് നമ്മൾ വീഴുന്നതാണ്. അപ്പോൾ ഞാൻ പറയണ മെമ്മറീസ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വേർഡാണ്. ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്താ പറയുക, വളച്ചൊടിച്ച് ഒരു മൂലക്കിരുത്താൻ പറ്റുന്ന ഒരു വേർഡാണ് മെമ്മറീസ് എന്ന് പറഞ്ഞത്. അത് പാസ്റ്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും അതിൻ്റെ പവർ.
ഇതേപോലത്തെ മെമ്മറീസിൽ നിന്നും നമ്മൾക്ക് ഒഴിവാകാനോ ഇല്ലെങ്കിൽ അത് മാറ്റിക്കളയാൻ ഒരേ ഒരു വഴിയുള്ളതെന്ന് വെച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും അതുകൂടാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഇതാണെന്നുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നമുക്ക് ഈ മെമ്മറീസിന് ഒരു തിരിച്ചടിക്കാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. അതായത് മെമ്മറീസ് നെവർ ഡൈ. ഓക്കെ, നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. യെസ്, ഹലോ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. മെമ്മറീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറീസ് നെവർ ഡൈസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മൂവ് ഫോർവേഡ്, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളവിടെ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. ബൈ, ടേക്ക് കെയർ.